ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കേളി കട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഓണം ടൈമിൽ ഞാൻ വാങ്ങിയ കുറച്ച് ഡ്രസ്സുകളാണിത്. ഇത് ഞാൻ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു പേജാണ് ഇഹാ ഡിസൈൻസ്. അവിടുന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സാണിത്. അപ്പം നമുക്ക് വേഗം തന്നെ ഓരോ പ്രോഡക്റ്റ്സായിട്ട് നോക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സൽവാർ സ്യൂട്ടാണ്. ഫോക്സ് ജോർജ് ഫാബ്രിക്കാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. മെഷീൻ എംബ്രോയ്ഡറി ആണ് അവർ ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 3 to 4 ടൈംസ് നമ്മൾ വാഷ് ചെയ്തു, പക്ഷേ കളറൊന്നും ഫെയ്ഡായിട്ടില്ല. എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ടീൽ ബ്ലൂ ആൻഡ് ചില്ലി റെഡ് ആണ് ഈ ഒരു കളർ വരുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നെങ്കിലും കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. ഞാൻ പിക്ക് എടുത്തത് സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. ഇതിൽ സ്ലീവിൽ ഹെവി ബോർഡേഴ്സ് വരുന്നുണ്ട്. ചില്ലി റെഡ് കളറിലെ ആ ഒരു മെഷീൻ എംബ്രോയ്ഡറി ബോർഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ സ്ലീവിൽ ഫുള്ള് ബൂട്ടാസ് അവർ കൊടുത്തിരിപ്പുണ്ട്. ഞാനിതിനിങ്ങനെ ഒരു നെക്കും അതുപോലെ ബാക്കിൽ സിബൊക്കെ വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തെടുപ്പിച്ചത്. ഇതൊരു അൺസ്റ്റിച്ചഡ് മെറ്റീരിയലായിരുന്നു കേട്ടോ. അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുപ്പിച്ചതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ദുപ്പട്ടയും പിന്നെ ഇതിൻ്റെ ലൈനിങ് പീസും ആയിരുന്നു. ലൈനിങ് പീസ് എനിക്ക് ശരിക്കും ബോട്ടത്തിനും തികഞ്ഞു കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഈ ഒരു ലൈനിങ് പീസ് തന്നെയാണ്. ഓവറോൾ ഈ ഒരു ടോപ്പിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. ദെൻ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഹെവി ബോർഡറും വൺ സൈഡിൽ സ്കാലപ്പ് ഫിനിഷ് വന്നിട്ട് ആ ഒരു ഫിനിഷിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോഡി ഫുള്ള് ബൂട്ടാസും വരുന്നുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല എലഗൻ്റ് ആൻഡ് ഒരു അടിപൊളി ലുക്ക് തരുന്നുണ്ട്. അവർ പേജിൽ ഇതിൻ്റെ തന്നെ ചില്ലി റെഡ് കോമൺ ആണ്. ഈ ഒരു ടീൽ ബ്ലൂവിന് പകരം ബ്ലാക്ക്, പർപ്പിൾ അങ്ങനെ ഡിഫറെൻറ്റ് കളറിലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1795 ആയിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൈസ് 1500 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി ഒരു സാരി നോക്കാം. ശരിക്കും കേരള ക്രീം കളറിൽ വരുന്ന ഒരു അടിപൊളി ജോർജറ്റ് ബനാറസി സാരിയാണിത്. നല്ലൊരു എലഗൻ്റ് ആൻഡ് ക്ലാസി ലുക്ക് തരുന്ന ഒരു അടിപൊളി സാരിയാണിത്. ഓണം ആ ഒരു ടൈമിലാണ് വാങ്ങിയത്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇട്ടിരിക്കാം. എൻ്റെ ഒരു ബോഡി ഷേപ്പിന് നല്ലൊരു ലുക്ക് വന്നത്. നമുക്കിതിന് കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ബ്രൊക്കേഡ് ബ്ലൗസാണ്. സെയിം ഈ ഒരു ഫാബ്രിക് തന്നെയാണ് വരുന്നത്. ഞാനപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഞാനതൊരു ബാക്ക് ഷേപ്പ് ഇതേ ഇതും ഫ്രണ്ടിൽ ഇങ്ങനെയും പിന്നെ സ്ലീവ്സ് ഒരു 3/4 സ്ലീവ് അങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1950 ആണ്. ഇപ്പം ഇതിൻ്റെ റേറ്റ് ഒരു 1800 ആ ഒരു റേഞ്ചിലുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സൽവാർ സ്യൂട്ട് നോക്കാം. ഇത് സെമി സിൽക്കിൽ മൾട്ടി ത്രെഡ് വർക്ക് വെച്ചിട്ട് അവർ ആ നെക്കും അതേപോലെ ബോർഡറും സ്ലീവിൻ്റെ ബോർഡറും ദുപ്പട്ടയൊക്കെ ചെയ്തെടുത്ത ഒരു സൽവാർ സ്യൂട്ട് അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ്. ഇത് ഞാനൊരു ഓഫർ സെയിൽസ് ടൈമിൽ വാങ്ങിയതായിരുന്നു. 999 ആയിരുന്നു അതിൻ്റെ അന്നത്തെ പ്രൈസ്. ശരിക്കും ആ ഒരു മൾട്ടി ത്രെഡിൻ്റെ വർക്ക് നെക്കിലൊക്കെ വരുന്ന ഒരു വി ഷേപ്പ് നെക്കാണ്. അതിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ചൂസ് ചെയ്ത കളറ് റാണി പിങ്ക് ആയിരുന്നു. ഷോളിൽ വന്നിട്ട് വൺ സൈഡിൽ ഇതുപോലെ മൾട്ടി ത്രെഡ് വെച്ചിട്ടുള്ള ഒരു കുറച്ച് വീതിയുള്ള ഒരു വർക്കും നെക്സ്റ്റ് സൈഡിൽ സ്കാലപ്പ് ഫിനിഷ് വർക്കുമാണുള്ളത്. നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിൽ മെഷീൻ എംബ്രോയ്ഡറി വെച്ചിട്ടാണ് അവർ ഈ വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ശരിക്കും ആ ഒരു മൾട്ടി ത്രെഡിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി ലുക്ക് തരുന്നുണ്ട്. ഇതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും ഇൻക്ലൂഡഡ് ആണ്, ലൈനിങ് ഇല്ല. എൻ്റെ ലാസ്റ്റ് വൺ വന്നിട്ട് വീണ്ടും ഒരു കേരള ക്രീം സെമി സിൽക്ക് സാരിയാണ്. ഇത് ഞാൻ ഫസ്റ്റ് വൺ കാണിച്ചത് ജോർജറ്റ് ബനാറസി ആയിരുന്നു. ഇതൊരു കൈൻഡ് ഓഫ് സെമി സിൽക്ക് സാരിയാണ്. കുറേ സെലിബ്രിറ്റീസൊക്കെ ഈ ഇടയ്ക്ക് ഈ ഒരു സാരി വെയർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ്. സോ ഇതിൽ തിൻ ആൻഡ് നാരോ സെറി സ്ട്രിപ്പ് വരുന്നുണ്ട്. അതൊരു അടിപൊളി ലുക്കാണ് കേട്ടോ. ഈ ഒരു സാരിക്ക് ഫുള്ള് അതൊരു അടിപൊളി ലുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1600 ആയിരുന്നു. ഓണം ആ ഒരു ടൈമിൽ ചേച്ചി ഇതായിരുന്നു വെയർ ചെയ്തിരുന്നത്. ഞങ്ങൾ ഇപ്പോൾ 2 പേർക്കും ഇങ്ങനെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ 2 സാരി ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതും ഞാനൊരു ചെറിയ പഫ് സ്ലീവ് വെച്ച് 3/4 ആ ഒരു സ്ലീവാണ് തയ്ച്ചെടുത്തത്. ആൻഡ് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുപ്പിച്ചത്. അപ്പോൾ ഈ 4 ഡ്രസ്സുകളാണ് ഞാൻ ഇഹാ ഡിസൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. സാരിയൊക്കെ നമ്മൾ 1 മന്ത് മുന്നേ പ്രീ ബുക്ക് ചെയ്തിരുന്നു. സൽവാർ സ്യൂട്ട്സൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആയിരുന്നു. സോ
അത്യാവശ്യം യുണീക്കായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് അവർക്ക്. ഞാൻ വാങ്ങിയ 4 പ്രോഡക്റ്റ്സ് എനിക്ക് വർത്തായിട്ട് തോന്നി. അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ യുണീക്ക് കളക്ഷൻസ് കുറേ ഉണ്ട്. നിങ്ങൾക്കത് അവരുടെ പേജിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ അവരുടെ പേജ് ഇവിടെ കൊടുത്തിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.